നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. ഞങ്ങൾക്കറിയേണ്ടത് അതല്ല, നീ നിന്റെ മനസ്സിൽ ഒളിപ്പിച്ചു വച്ചേക്കുന്ന സത്യങ്ങളാ. എന്ത് സത്യങ്ങള്? ഞാനൊന്നും ഒളിപ്പിച്ചു വെച്ചിട്ടില്ല എന്ന് നീ പറഞ്ഞാ മതിയോ? ഞാനല്ലാതെ എന്റെ മനസ്സിലിരിക്കുന്ന കാര്യങ്ങൾ നിങ്ങളാണോ പറയുന്നേ? വഴക്കുണ്ടാക്കാനല്ല മൈഥിലി ഞങ്ങൾ വന്നത്. പിന്നെന്തിനാ? എന്നെ സഹായിക്കാനോ? നിങ്ങളുടെ സഹായം എനിക്ക് വേണ്ടെന്ന് 1000 പ്രാവശ്യം ഞാൻ പറഞ്ഞതല്ലേ. നിന്നെ സഹായിക്കാനൊന്നും അല്ല ഞങ്ങൾ വന്നത്. ഞങ്ങളും ഈ വീട്ടിലെ താമസക്കാരാണ്. അപ്പൊ ഈ കേസും പൊല്ലാപ്പും ഒക്കെ ഞങ്ങളെയും ബാധിക്കും. നീ വാ തുറന്ന് വല്ലതും പറഞ്ഞാല് ഞങ്ങൾക്ക് എന്തെങ്കിലും തീരുമാനം എടുക്കാൻ പറ്റും. നിങ്ങൾ തീരുമാനം എടുക്കുന്നത് ഞാൻ വാ തുറന്നിട്ടാണോ? എന്നെ കണ്ടിട്ടാണോ നിങ്ങൾ ജീവിക്കുന്നത്? നീ എന്തിനാ ഇങ്ങനെ വെറുതെ വഴക്കുണ്ടാക്കാൻ വരുന്നേ? എല്ലാവർക്കും വേണ്ടി കൂടിയല്ലേ ഞങ്ങൾ ഇത് ചോദിക്കുന്നേ. നിങ്ങളുടെ കാര്യം നോക്കിയാൽ മതി. എല്ലാവരുടെയും കാര്യങ്ങൾ ആലോചിച്ച് സങ്കടപ്പെടേണ്ട. ചേച്ചി, ഇവളോട് മര്യാദയ്ക്ക് സംസാരിച്ചിട്ട് ഒരു കാര്യവുമില്ല. ഇവൾക്കെല്ലാം അറിയാം. മനപ്പൂർവ്വം ഒളിച്ചു വെക്കുന്നതാ. എന്തിന്? എനിക്ക് അങ്ങനെ ഒളിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നിനക്കേ ആവശ്യമുള്ളൂ. നിന്റെ ഭർത്താവിനെ രക്ഷിക്കേണ്ടത് നിന്റെ ആവശ്യമാണല്ലോ. എന്തിന് ഞാൻ എന്റെ ഭർത്താവിനെ രക്ഷിക്കണം? സിന്ധുവിനെ കാണാതായതിനു പിന്നിൽ നിന്റെ ഭർത്താവ് ആയതുകൊണ്ട്. വെറുതെ ഇല്ല വചനം പറഞ്ഞാലുണ്ടല്ലോ. ഇല്ലാ വചനമാണെങ്കിൽ നീ തെളിയിക്കടി. തെളിയിക്കും, ഞാൻ തെളിയിക്കും. നിങ്ങളുടെ ഭർത്താവ് അത് ചെയ്തതെന്ന് ഞാൻ തെളിയിക്കും. പിന്നെ എന്നാ നീ ഒന്ന് തെളിയിക്കടി. പ്രത്യേകിച്ച് തെളിയിക്കാനൊന്നുമില്ല. ഇത്രയും ദിവസം നിങ്ങളുടെ ഭർത്താവ് ആരോട് പറയാതെ എവിടെ പോയതായിരുന്നു? അത് തന്നെ ഒരു വലിയ തെളിവല്ലേ. സിന്ധുവിനെ കാണാതായ അതേ ദിവസമല്ല അയാളും പോയത്. അപ്പൊ പിന്നെ എന്റെ ഭർത്താവിനെ എന്തിനാ സംശയിക്കുന്നത്? സ്വന്തം ഭർത്താവിനെ സംശയിച്ചൂടെ? മൈഥിലി മതി, നിർത്ത്. ഞാൻ എന്തിനാ നിർത്തുന്നത്? തുടങ്ങി വെച്ചത് ഞാനല്ലല്ലോ, ഇവരല്ലേ. ആരാടി നിന്റെ ഇവരും അവരും ഒക്കെ? മര്യാദയ്ക്ക് സംസാരിക്കണം. നിങ്ങൾ എന്നെ മര്യാദ പഠിപ്പിക്കണ്ട. ഇല്ലാത്ത കാര്യങ്ങൾ പഠിപ്പിക്കാൻ തന്നെ വേണോടി. അപ്പൊ നിങ്ങൾക്ക് എന്നെ അവൾ ഇവിടുന്നൊക്കെ വിളിക്കല്ലേ? അതിന് നീ ഞങ്ങളുടെ അനിയത്തിയാ, ഏട്ടത്തിയല്ലോ. ഞാൻ നിങ്ങളുടെ ആരുമല്ല. എടി, ആരും അല്ലെങ്കിൽ പിന്നെ നീ എന്തിനാ കടിച്ചു തൂങ്ങി കിടക്കുന്നേ? ഇറങ്ങി പൊയ്ക്കൂടെ? ഞാൻ എന്തിനാ ഇറങ്ങി പോകുന്നത്? ഇതെന്റെ ഭർത്താവിന്റെ വീടല്ലേ. അപ്പൊ പിന്നെ ഞങ്ങളൊക്കെ വഴിപോക്കരോ? ദേവി, ഇത് രണ്ടുപേരും ഒന്ന് വായടയ്ക്കുന്നുണ്ടോ? ആരൊക്കെ എന്തൊക്കെ വെളുപ്പിക്കാൻ ശ്രമിച്ചാലും ഇത് ചെയ്തത് ഇവരുടെ ഭർത്താവാണെന്ന് എനിക്ക് ഉറപ്പാ. എടി, വെറുതെ നീ ആടിനെ പട്ടിയാക്കിയാലുണ്ടല്ലോ. ആടാണോ അണ്ണാനാണെന്നൊക്കെ പോലീസുകാര് തീരുമാനിക്കും. എന്നാ വിളിക്കടി പോലീസിനെ. എനിക്കൊന്ന് കാണണമല്ലോ നീ എന്താ തെളിയിക്കാൻ പോകുന്നതെന്ന്. വിളിക്കാൻ തന്നെ പോവാ. നിങ്ങൾ നിങ്ങളുടെ ഭർത്താവ് അകത്താകുന്നത് ഞാൻ കാണിച്ചു തരാം. അയാളെ സിന്ധുവിനെ അടിച്ചോണ്ട് പോയെന്ന് പുഷ്പം പോലെ ഞാൻ തെളിയിക്കും. നീ ഒലത്തും. അതെ, ഞാൻ ഒലത്തും. കാണണം നിങ്ങൾക്ക്. നീ പെണ്ണാണെങ്കിൽ കാണിക്കടി. അടിച്ചു നിന്റെ അണപ്പനെ ഞാൻ താഴെ ഇടും. അതൊന്നും കാണണമല്ലോ. അടിക്ക. നിനക്കൊക്കെ എന്താടി ഭ്രാന്ത് പിടിച്ചോ? വാ ഇരിക്ക്. എന്താ കുടിക്കാൻ? സംതിങ് ഹോട്ട്? ഒന്നും വേണ്ട വക്കില്ലേ. അതിന് പറ്റിയൊരു മാനസികാവസ്ഥയിലല്ല ഞാൻ. എന്തു പറ്റി? ഞാൻ ആകെ പെട്ടിരിക്കുക. സിന്ധുവിന്റെ മരണത്തില് അന്വേഷണം ആരംഭിച്ചിരിക്കുന്നു. അത് നേരത്തെ ആരംഭിച്ചതല്ലേ? അതുപോലല്ല ഇത്. SP നേരിട്ടിറങ്ങിയിരിക്കുക. ആ സുഗുണൻ അവരെ കണ്ട് നേരിട്ട് പരാതി കൊടുത്തു. ഇന്നവര് വീട്ടിൽ വന്നിരുന്നു. എല്ലാവരും ചോദ്യം ചെയ്തു. എന്നെ ഒന്ന് വരട്ടിയിട്ടാ പോയിരിക്കുന്നത്. അവർക്ക് എന്തോ എന്നെ കാര്യമായ സംശയമുണ്ട്. അജയ് ഘോഷിന് ഇപ്പൊ എന്താ വേണ്ടേ? അവരെ കൊല്ലണോ അതോ സ്ഥലം മാറ്റണോ? സ്ഥലം മാറ്റിക്കളയല്ലേ?
ഹലോ ജി, നമസ്കാർ. അഡ്വക്കേറ്റ് ദീപ്തി വർമ്മയാ. അയ്യോ, അങ്ങനെ ഞാൻ മാർക്കോ? ഓരോരോ തിരക്കുകള്. ഞാൻ വിളിച്ചതേ ഒരത്യാവശ്യത്തിന്. എനിക്ക് ഒരാളെ ഒന്ന് കൈകാര്യം ചെയ്യണം. അയ്യോ വേണ്ട വേണ്ട, ഒരു പണിഷ്മെന്റ് ട്രാൻസ്ഫർ കൊടുത്താൽ മതി. താങ്ക് യു സോ മച്ച്. മതിയല്ലോ. അജയ് ഘോഷിന് സന്തോഷായില്ലേ? ഇനി അവരാ കസേരയിൽ ഉണ്ടെങ്കിലല്ലേ അന്വേഷണം വരൂ. വക്കീല് ഒരു സംഭവം തന്നെ. കേന്ദ്രമന്ത്രി യശ്വന്ത് സഹായിയെ വിളിച്ചത്. ഓ, പുള്ളി DGP വിളിച്ച് പറഞ്ഞോളൂ. എന്തു പറ്റി? എന്താ ഇങ്ങനെ നോക്കുന്നേ? ഓ, വക്കീലിനെ പോലൊരു പെണ്ണ് കൂടെ ഉണ്ടെങ്കിൽ ആരും ഏത് ഹിമാലയവും കീഴടക്കും. ഓ, ഏത് വൻ കടലും ചാടിക്കിടക്കും. ഓ, സംഭവ, മഹാസംഭവ. വക്കീലെ, യു ആർ ഗ്രേറ്റ്. യു ആർ സോ ബ്യൂട്ടിഫുൾ. ആഹാ, അജയ് ഘോഷ് നല്ല മൂഡിലാണല്ലോ. ഞാൻ സത്യം പറഞ്ഞതാ വക്കീലെ. എനിക്കുണ്ടൊരു ഭാര്യ, ശവം. എന്തിനു കൊള്ള അവളെ കൊണ്ട്? പെണ്ണാണത്രേ, പെണ്ണ്. ഞങ്ങൾ തമ്മിൽ ഒരു ചേർച്ചയില്ല വക്കീലെ. നമ്മൾ തമ്മിലോ? വക്കീലൊരു വെറും പെണ്ണല്ല, മാലാഖയാ. അല്ല, ദൈവമാ. വിളിച്ച വെളിപ്പുറത്ത് ഓടിയെത്തി എന്തും സാധിച്ചേർന്ന ദൈവം. ഭക്തനാണോ? അങ്ങനെയും വിളിക്കാം. അപ്പോ എന്താ ഇനിയൊരു ഹോട്ടാവാ അല്ലേ? ഒന്നോ രണ്ടോ മൂന്നോ ഒക്കെ ആവാം. ഇനി ഇത് വച്ചു നീട്ടുന്നതിൽ അർത്ഥമില്ല. എനിക്കവൻ എത്രയും പെട്ടെന്ന് നേരിൽ കാണണം. നിനക്കറിയാമോ പാണ്ഡിതുരെ, അവളെന്റെ മുഖത്ത് നോക്കി പറഞ്ഞു അവനിൽ അത് ജീവിക്കാൻ പറ്റില്ല എന്ന്. എനിക്കറിയാം ഇതെല്ലാം അവൻ അവളെ കൊണ്ട് പറയിപ്പിക്കുന്നതാ. അവനെ കൊണ്ട് ഇതെല്ലാം പറയിപ്പിക്കുന്നത് ആരാണെന്ന് എനിക്കറിയോ? എന്റെ ആജന്മ ശത്രു, ആ മാണിക്യമംഗലത്തെ വിശ്വനാഥൻ. എന്നെ തോൽപ്പിക്കാൻ അവൻ എന്തും ചെയ്യും. അതിനവൻ കണ്ടുപിടിച്ച പുതിയ മാർഗമാണ് അലമേലുവിനെ ഞങ്ങളിൽ നിന്ന് അകറ്റുക. ഇല്ലാ കഥകൾ പറഞ്ഞ് അവളെ ഞങ്ങളുടെ ശത്രുവാക്കുക. വിശ്വനാഥൻ നേരിട്ട് പറഞ്ഞ അവള് വിശ്വസിക്കില്ലല്ലോ. അതിനവൻ കണ്ടുപിടിച്ച ഉപായമാ ആ കോളനിക്കാരൻ ചെക്കൻ. അപ്പോ പറയാനൊരു അഡ്രസ് ഉണ്ടല്ലോ. പേരിനാണെങ്കിലും